നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ കഴക്കൂട്ടത്താണ്. നിയർ നമ്മളെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ്. ഇവിടെ ഒരു 15 കിലോവാട്ട് ഹൈബ്രിഡിൻ്റെ പ്ലാന്റ് നമ്മളിവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. 15 കിലോവാട്ട് ഹൈബ്രിഡ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടർ ഡൈ ആണ്, ബാറ്ററിയും വരുന്നതും ഡൈ ആണ്. പാനൽസ് വരുന്നത് പ്രീമിയറിൻ്റെ 610 വാട്ട്സിൻ്റെ ടോപ്പ് കോൺ പാനൽസാണ്. അത് G2 സെൽസാണ്. ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള പാനൽസാണ് വന്നിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള 610 വാട്ട്സിൻ്റെ ടോപ്പ് കോൺ G12 പാനൽസാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 25 പാനലാണ് വരുന്നിട്ടുള്ളത്. ഹൈബ്രിഡ് ഇൻവെർട്ടർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡൈഡയാണ്. ബാറ്ററിയും ഡൈഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. മെയിൻലി ഇവിടെ നമ്മൾ ഹൈബ്രിഡ് സെലക്ട് ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പകൽ സമയത്ത് ഇവിടെ വരുന്ന KCB സപ്ലൈ വോൾട്ടേജ് ഒരു ഫേസ് എപ്പോഴും ഡൗൺ ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ നമ്മളിവിടെ ഹൈബ്രിഡാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പകൽ സമയത്ത് ഈ വോൾട്ടേജിൻ്റെ എന്തെങ്കിലും ഒരു വേരിയേഷനോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ആ ഹൈബ്രിഡ് ഇൻവെർട്ടർ അത് കൺവേർട്ട് ചെയ്ത് 230 വോൾട്ട് സപ്ലൈ ആയിരിക്കും വീട്ടിലെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു ബാറ്ററി സിസ്റ്റമാണ് കറൻ്റ്ലി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ വീട് റിനോവേഷൻ വർക്കിൽ നടക്കുന്നതാണ്. കസ്റ്റമർ താമസിക്കുന്ന സമയത്ത് അനുസരിച്ച് ഓരോ ബാറ്ററി നമ്മൾ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് ഡൈയുടെ 15 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം വരുന്നത്. ഇതിൻ്റെ ഇൻവെർട്ടറാണ് വരുന്നത്. അതിൻ്റെ ലിഥിയം ബാറ്ററിയാണ് വരുന്നത്. അതിൻ്റെ DC സൈഡ്, AC സൈഡ് നമ്മൾ സെപ്പറേറ്റ് ഒരു ലോഡിന് വേണ്ടി DB പോകണം. കാരണം ലോ DB കൊടുത്തതിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് ത്രൂവേ നമുക്ക് വീട്ടിലോട്ട് സപ്ലൈ പോവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ടുള്ള ഐസൊലേറ്റർ ട്രിപ്പ് ആയിക്കോളും. അതേപോലെ സർജ് വന്നു കഴിഞ്ഞാൽ സർജ് നമ്മൾ അഡീഷണലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് DB നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത് ത്രൂ പോകുമ്പോൾ ഡബിൾ പ്രൊട്ടക്ഷനാണ്. പിന്നെ വരുന്നത് അതിൻ്റെ ബാറ്ററി ഫ്യൂസ് വരുന്നുണ്ട്. ഇൻവെർട്ടർ, DC സൈഡ്, ബാറ്ററി, ഇത്രയാണ് വരുന്നത്. ഈ ഇൻവെർട്ടർ 10 വർഷത്തേക്കാണ് ഇൻവെർട്ടറും ബാറ്ററി റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി വരുന്നത്.